അങ്ങനെ ചിന്നംപൊളി ഒരു സംഭവം അറിഞ്ഞിട്ടുണ്ട് ഗൈസ്. ബിഗ് ബോസ് വീട്ടിൽ ഇന്ന് വൻ രീതിയിലുള്ള എയറിൽ പോകാൻ പോകുന്നത്, അല്ലെങ്കിൽ ലാലേട്ടന്റെ വായിലിരിക്കുന്ന എല്ലാ തെറിയും പോക്കറ്റിൽ മേടിച്ചു കൂട്ടാൻ പോകുന്ന രണ്ട് വ്യക്തികളെ കാര്യം സംഭവം എല്ലാം കിട്ടിയിട്ടുണ്ട്. ഒട്ടും വഹിക്കാണ്ട് സംഭവം എന്നാ നോക്കിയേക്കാം. സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സിയസ് ടോക്കേഴ്സ്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ലൈക്ക് അടിച്ചു വെക്കുക. ബിഗ് ബോസിനെ തുടർന്നുള്ള എല്ലാ അപ്ഡേറ്റ്സും അപ്പോൾ ചാനൽ എത്തുന്നതായിരിക്കും. ആര് എവിക്റ്റായി ബിഗ് ബോസ് വീഡിയോയിൽ പുറത്തു പോകും, എന്ത് സംഭവിക്കും, എല്ലാ കാര്യവും ഞാൻ ചാനൽ ഇടുന്നതായിരിക്കും. ഞാൻ ഇട്ടിട്ടുമുണ്ട്, കാരണം കാണേണ്ടവർ കാണാം. ഓക്കെ, നമുക്ക് കാര്യത്തിലൂടെ കിടക്കാം. ഓക്കെ, നമ്മുടെ ഒരു കോടതി ടാസ്ക് നടക്കുന്നതായിട്ട് നമ്മൾ ബിഗ് ബോസ് പ്രമോയിൽ കണ്ടിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കത്തുള്ളൂ എന്ന് പറഞ്ഞൊരു സത്യം ചെയ്യൽ അവിടെ ഉണ്ട്. ഇത് ലാലേട്ടനടക്കം ഈ എപ്പിസോഡ് ഈ സംഭവം കണ്ടോണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്കാണ് ഈ ടാസ്ക് കൊടുത്തിട്ടുള്ളത് ബിഗ് ബോസ്. അപ്പൊ അങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ നെവിൻ കോടതി മുമ്പാകെ ഞാൻ സത്യം മാത്രമേ ബോധിപ്പിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിൽ സത്യമൊക്കെ എടുക്കുകയൊക്കെ ചെയ്തിട്ട് ലാസ്റ്റ് ലക്ഷ്മി ചോദിക്കുന്ന ചോദ്യം, നിങ്ങൾ ബൊമ്മ മോഷ്ടിച്ചായിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട്. നെവിൻ സത്യം പറഞ്ഞാൽ അങ്ങനെ പറയേണ്ട ഒരു ആവശ്യം അവിടെ ഇല്ലായിരുന്നു. സത്യത്തിൽ നെവിൻ അവിടെ പറയുന്നതായിരുന്നു പറഞ്ഞാൽ ഇല്ല, ഞാൻ മോഷ്ടിച്ചിട്ടേ ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷെ നമുക്കറിയാം നെവിൻ ആരുടെയോ രണ്ട് ബൊമ്മയോ സംതിങ് എന്തോ മോഷ്ടിച്ചിട്ടുണ്ടെന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രീതിയിൽ നിൽക്കുമ്പോൾ നെവിൻ ഇങ്ങനെ ഒരു കള്ളം ലാലേട്ടൻ ആ ടി വിക്ക് അത് ലാലേട്ടൻ നോക്കിയിരിക്കുമ്പോൾ തന്നെ ഇങ്ങനെ കള്ളം പറയേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ നെവിൻ വേണ്ടായിരുന്നു തന്നെ ഞാൻ പറയത്തുള്ളൂ. അതേസമയത്ത് ഈ വക്കീലാണ് സത്യം പറഞ്ഞ പ്രതിനോട് ചോദ്യം ചോദിക്കേണ്ടത്. ഇത് ആ പ്രതിക്കൂട്ടി നിൽക്കുന്ന ആ വ്യക്തി തിരിച്ച് ചോദ്യം ചോദിക്കുകയാണ്, നീ പറ എന്താ ഞാൻ പറഞ്ഞ എൻ്റെ ഉത്തരം പറ, അത് ശരിയാണ് ഇത് ശരിയാണെന്നൊക്കെ ചോദിക്കുകയാണ്. സത്യം പറഞ്ഞാൽ അങ്ങനെ കാണുമ്പോൾ ഒരു വീക്കായിട്ടുള്ള ഒരു ലക്ഷ്മിനെയാണ് ആ ഒരു രംഗത്തിൽ കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു ലാലേട്ടൻ്റെ കയ്യിൽ നിന്ന് നല്ല എയറിൽ പോകാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്തായാലും നെവിൻ്റെ ഭാഗത്തുനിന്ന്. അതേസമയത്ത് ഇപ്രാവശ്യം അനുമോളും നല്ല രീതിയിൽ എയറിൽ പോകുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. പക്ഷേ അനുമോളെ വലിയ രീതിയിലുള്ള ചുട്ടുപൊരിക്കുന്ന രംഗമൊന്നും എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ചെറിയ തോതിലുള്ള ഊക്കിവിടൽ ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. അതായത് ആവശ്യമില്ലാത്ത രീതിയിലുള്ള പറച്ചലും ബസ്സിൽ പോക്കും ആ രീതി അങ്ങനെ എന്തൊക്കെയൊക്കെ വെച്ചിട്ടുള്ള ഒരു ഊക്കിവിടലാണെന്നാണ് അറിയാൻ സാധിച്ചത്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന്റെ ഫുൾ പ്രൊമോ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ പോലും അത്യാവശ്യം മനസ്സിലാക്കി എടുക്കാനുള്ള കാര്യങ്ങളൊക്കെ അതിലുണ്ട്. അത് മാത്രമല്ലാണ്ട് ഇനിയും കൂടുതൽ അപ്ഡേറ്റ്സ് ബിഗ് ബോസിനെ കുറിച്ച് അപ്ഡേറ്റ്സ് ആയിട്ടുള്ള പ്രൊമോകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് വെരിഫൈ ചെയ്തൊക്കെ നോക്കാം ആരും കത്തി കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ എന്തായാലും അനുമോളെ പൊരിക്കാനുള്ള സാധ്യത ഞാൻ കാണുന്നു. എന്തായാലും ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഈ ബൊമ്മ മോഷ്ടിച്ചത് നെവിനാണ് എന്ന് പറയാത്തത് കൊണ്ട് തന്നെ ലാലേട്ടൻ നമുക്കറിയാം പ്രമോല് ചോദിക്കുന്ന ഒരു കാര്യമാണ്, മോഷ്ടിക്കുന്ന ഒരു ഹോബിയായിട്ട് വെച്ചേക്കുവാണോ എന്ന രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ടാസ്ക് കഴിഞ്ഞിട്ടായിരിക്കും ലാലേട്ടൻ ഇനി എന്താണ് ഈ നെവിൻ പറഞ്ഞ് കള്ളത്തരം കൈയോട് പിടിച്ചു കഴിയുമ്പോൾ ലാലേട്ടൻ എന്തായിരിക്കും പറയാൻ പോകുന്നത്. എല്ലാം ത്രില്ലിങ്ങിൽ കാത്തിരിക്കുവാണ്. എന്തായാലും നിങ്ങൾ അതേ ത്രില്ലിങ്ങിലാണ് അവിടെ ഇരിക്കുന്നതെങ്കിൽ മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിക്കുക, പിന്നെ ഹൈപ്പ് എന്ന് പറയാൻ ബട്ടൺ ഹൈപ്പ് അടിച്ച് പൊളിക്കുക. ശരി കേട്ടോ, ബൈ.